നമസ്കാരം. ജീവിത വിജയത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു സക്സസ് ലൈഫ് ലഭിക്കുക. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമൊക്കെ സഹായകരമായ ചില നിയമങ്ങൾ, ഉദാഹരണത്തിന് ലോ ഓഫ് ഇന്റൻഷൻ, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് മൊമെന്റം, ലോ ഓഫ് റെസിലിയൻസ്, ലോ ഓഫ് ഡിസിപ്ലിൻ തുടങ്ങി 12ഓളം വരുന്ന സക്സസിലേക്ക് നമ്മളെ നയിക്കുന്ന നിയമങ്ങൾ. അതിലെ ഈ 12 നിയമങ്ങളിൽ ഓരോ നിയമങ്ങൾ നമ്മൾ ഓരോ വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നിയമം എന്നത് ലോ ഓഫ് ഇന്റൻഷൻ എന്നാണ്. നമ്മുടെ സക്സസിലേക്ക്, ഡിസയറിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് ഉള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു ഇന്റൻഷൻ ഉണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു ഉദ്ദേശമുണ്ടാകും. ഉദാഹരണത്തിന് എനിക്ക് നല്ല ഒരു പണക്കാരനാകണം. എന്താണ് കാരണം? സമാധാനപൂർവമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും എൻ്റെ കുടുംബത്തിനെ നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ പോറ്റാനും എൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള പാവപ്പെട്ടവനെ സഹായിക്കാനും എന്നൊക്കെ ചില ഉദ്ദേശങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാകും. അല്ലെങ്കിൽ നല്ല ഒരു പബ്ലിക് സ്പീക്കർ ആകണം. നമ്മൾ ആഗ്രഹം വെക്കുമ്പോൾ അതിൻ്റെ പിറകിൽ കുറേ ലക്ഷ്യങ്ങളുണ്ടാകും, കുറേ ഉദ്ദേശങ്ങളുണ്ടാകും, ചില ഇൻറ്റൻഷൻസ് ഉണ്ടാകും. ഒരുപക്ഷെ അതിങ്ങനെയാകാം: ഞാൻ നല്ല ഒരു പബ്ലിക് സ്പീക്കർ ആയാൽ ലക്ഷക്കണക്കിന് ആളുകളെ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയും. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ലഭിക്കാത്ത പല സപ്പോർട്ടുകളും അതിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകുകയും പുതിയതായിട്ടുള്ള അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന നല്ല നല്ല ഐഡിയാസ് എനിക്ക് എഫക്റ്റീവായിട്ട് അവരിലേക്ക് പകർന്നു നൽകാൻ കഴിയും. അതുപോലെ എനിക്ക് നല്ലൊരു അധ്യാപകനാകണം. ഇന്റൻഷൻ എന്തൊക്കെയായിരിക്കും? ഒരുപാട് നല്ല ആളുകളെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് എൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളെ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, അതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? വൈ? എനിക്കിന്നതാകണം, വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും നമ്മുടെ ആ ഡിസയറുകളെ, ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ, നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ഉദ്ദേശങ്ങളെ നമ്മൾ ഈ പ്രപഞ്ചനാഥനിലേക്ക് സമർപ്പിക്കുകയും പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്താൽ, ലോ ഓഫ് ഇന്റൻഷൻ പറയുന്നത് ഈ പ്രപഞ്ചവും പ്രപഞ്ചനാഥനും ഈ പ്രപഞ്ചശക്തിയുമെല്ലാം നമ്മളുടെ ഇന്റൻഷനിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അതെല്ലാം നമ്മുടെ മുന്നിൽ എത്തിക്കുമെന്നതാണ്. നാം ഒരു കാര്യത്തെ തീരുമാനിച്ച് ആ വിഷയത്തെ ഈ പ്രപഞ്ചത്തിന് വിട്ടുകഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ മാർഗവും ഈ പ്രപഞ്ചം നമുക്ക് തുറന്നു തരുമെന്നാണ്. പ്രപഞ്ചനാഥൻ അതിനുള്ള വഴികൾ നമുക്ക് തെളിയിച്ചു തരും. അതിന് ക്രിയേറ്റീവായി പ്രവർത്തിക്കാൻ, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ, ഓർഗനൈസിങ് പവറുമൊക്കെ നമുക്ക് ഈ പ്രപഞ്ചവും പ്രപഞ്ചനാഥനുമെല്ലാം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുമെന്നാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും, നേരത്തെ ഉള്ളതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങൾക്കും, സകല പ്രവർത്തനങ്ങൾക്കും, സകല കാര്യങ്ങൾക്കും പിന്നിൽ ഒരു ഇന്റൻഷൻ ഉണ്ട് എന്നതാണ് ഈ നിയമത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളുടെ എനർജിയെയും പവറിനെയും ഒക്കെ നിലവിലുള്ള റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നും ഈ നിയമത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നു. നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് നാം അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മയും നല്ല ഹാബിറ്റും ഒക്കെ നാം ഫോക്കസ് ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചീത്ത സ്വഭാവങ്ങളും നെഗറ്റീവായ കാര്യങ്ങളെയും മാറ്റി നിർത്താനും നമുക്ക് കഴിയും എന്നതാണ് ഈ നിയമത്തിന്റെ ഭാഗമായി നാം പഠിക്കാൻ പോകുന്നത്. നാം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും അത് ശക്തി പ്രാപിക്കുകയും നാം ഫോക്കസ് ചെയ്യാത്ത, മാറ്റി നിർത്തുന്ന കാര്യങ്ങളെ
ഒരുപാട് ദൂരത്തേക്ക് അത് മാറിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ടും നാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ, നല്ല സ്വഭാവങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയും മോശമായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് നാം ജീവിതത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഇന്റൻഷൻ ഈ പ്രകൃതിക്ക് വിടുകയും അത് സക്സസ് ആയാൽ ഉണ്ടാകുന്ന അവസ്ഥയെ നാം മനസ്സിൽ കാണുകയും എന്നാൽ അതിൻ്റെ സക്സസിനെ കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടാതിരിക്കുകയും ചെയ്യുക. നാം നമ്മുടെ ഇന്റൻഷൻ ഈ പ്രപഞ്ചത്തിലേക്ക് നൽകിയതിന് ശേഷം നാളെ നന്നാക്കുന്നതിന് വേണ്ടി പ്രസന്റ് മൂമെന്റിൽ നാം ഫോക്കസ് ചെയ്യുകയും അതിനനുസരിച്ച് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നാളെ നമുക്ക് ഈ പ്രപഞ്ചം നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ തലികയിലാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരപ്പെടും എന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ഫോക്കസും ആ പ്രസന്റ് മോമെന്റിൽ ഒതുക്കി നിൽക്കുകയും ബാക്കിയെല്ലാം നമുക്ക് പ്രപഞ്ചം നൽകും. ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ എൻ്റെ ഇന്റൻഷനിലേക്ക് എത്തിപ്പെടാൻ രീതിയിൽ ഈ നിമിഷത്തെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പ്രസന്റ് മൂമെന്റിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരുമെന്നും നാം വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ ലോ ഓഫ് ഇന്റൻഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങൾ പറയാം. നമ്മുടെ ആഗ്രഹത്തെ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുകയും രാവിലെ നാം ബെഡിൽ നിന്ന് ഉണർന്ന ഉടനെ ആ കാര്യങ്ങളെ ശബ്ദത്തിൽ ഉറക്കെ തന്നെ വായിച്ച് നമ്മളെ തന്നെ കേൾപ്പിക്കുകയും രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒന്നുകൂടി ഉറക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന രീതിയിൽ അതിനെ വായിക്കുകയും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിഷ്വലൈസേഷൻ നടത്തുകയും അതിനെക്കുറിച്ച് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. മെഡിറ്റേഷൻ എന്നത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഇന്റൻഷൻ എന്നത് ഒരു വിത്ത് പോലെയാണ്. നാളെ ഒരു വലിയ പടവൃക്ഷമായി വളർന്നു പന്തലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ വിത്ത്. ഈ വിത്ത് നമ്മുടെ മനസ്സിൽ ഇടാൻ പറ്റിയ ശരിയായ രീതിയിൽ വളവും വെള്ളവും ഒക്കെ ചേർത്തുകൊണ്ട് നമ്മളിൽ നടാൻ പറ്റിയ ഒരു സമയമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷന്റെ സമയത്ത് പൂർണ്ണമായ ഫോക്കസ് നമ്മുടെ നല്ല മനസ്സിലേക്ക് വരികയും നമ്മളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അത്ര വളക്കൂറുള്ള മണ്ണായി നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് മാറുകയും അവിടെ നമ്മൾ ഈ വിത്ത് നട്ടാൽ അത് വളർന്നു പന്തലിക്കുന്ന ഒരു പടുവൃക്ഷമായി വളരുകയും ചെയ്യും. മറ്റു സമയങ്ങളിലെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് ആ നിമിഷത്തിൽ, ആ പ്രസന്റ് മൂമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ്. അല്ലാതെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് നാം സമയം കളയാതെ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നടന്നെടുക്കാൻ ഈ നിമിഷത്തിൽ എനിക്ക് എത്രമാത്രം ബെറ്റർ ആകാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചുകൊണ്ട് ഇത് ചെയ്യുക. കിടന്നുറങ്ങാൻ സമയത്തും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സമയത്തും മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസ് നടത്തുന്ന സമയത്തും നമ്മുടെ ആഗ്രഹങ്ങളെ ഓർക്കുകയും ബാക്കി സമയങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ, ഫോക്കസ് ആ പ്രസന്റ് മൂമെന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഒരു വേള ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് ഒതുങ്ങാത്ത രീതിയിൽ വഴുതിപ്പോയേക്കാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ, പദ്ധതികൾ നമുക്ക് വേണ്ടി പ്രപഞ്ചനാഥനുണ്ട് എന്നും അതിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള വഴിമാറ്റലുകളാണ് നടക്കുന്നത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വേവലാതിപ്പെടാതെ ആ ഇന്റൻഷനെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ട് പ്രപഞ്ചനാഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം ചെയ്യാനുള്ള കാര്യങ്ങളെ പ്രസന്റ് മൂമെന്റിൽ ചെയ്യുക എന്നതാണ് ഈ നിയമത്തിന്റെ ഭാഗമായി ഇതിനെ വിവക്ഷിക്കുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഡിസ്കവർ യുവർ വൈ. എന്തുകൊണ്ട്, എന്താണ് എൻ്റെ ലക്ഷ്യം, എന്തുകൊണ്ടാണ് ഞാൻ ഈ ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്നത്, എൻ്റെ ഇന്റൻഷൻ എന്താണ് എന്ന് കണ്ടെത്തുകയും അത് ഈ പ്രപഞ്ചനാഥനിലേക്ക് നാം സമർപ്പിക്കുകയും ചെയ്യുക. ആ ഇന്റൻഷൻ പൂർത്തീകരിക്കുന്നതിന് ഏതൊക്കെ രീതിയിലുള്ള ഗോളുകളാണ് നാം അച്ചീവ് ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റിയുള്ള
സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകളായി നാം സെറ്റ് ചെയ്ത് പ്രസന്റ് മൂമെന്റിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതിനെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടും ഉറക്കെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടും ആ ലക്ഷ്യത്തെ ഉറപ്പിച്ച് നാം പ്രസന്റ് മൂമെന്റിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ നിയമം നിർബന്ധമാണ് എന്നും ഇത് അതിനെ സഹായിക്കുമെന്നുമാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു നിയമം ദ ലോ ഓഫ് ഫോക്കസ് എന്നതിന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതുവരെ നന്ദി, നമസ്കാരം.